കൊല്ലം ജില്ലയിലും ആനകളുടെ സെൻസസ് പൂർത്തിയായി. സംസ്ഥാനത്താകെ 2023-ൽ 2386 ആനകൾ. 2024-ൽ ആനകളുടെ എണ്ണം കുറയുമോ കൂടുമോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് 5 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ആനയുടെ കണക്കെടുപ്പ് നടക്കുന്നത്, സെൻസസ്. ഇപ്പോൾ ഞാനീ നിൽക്കുന്ന അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഈ ആനയുടെ കണക്കെടുക്കുകയാണ്. ഇവിടെ ഒരുപാട് ആനയുണ്ടെന്നാണ് പറയുന്നത്. അത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് പുറത്തു വരും. 150 അതിൻ്റെ നടുക്ക് വെച്ച് എടുക്കണേ. അതിൻ്റെ നടുക്ക് ഭാഗം ഏകദേശം നടുക്ക് വെച്ച് മിഡിൽ വെച്ച് അളവെടുക്കണം. കൊല്ലം ജില്ലയിൽ പെരിയാർ ആന റിസർവ് വനം ഉൾപ്പെട്ട പല ഡിവിഷനുകളിലും ആനകളെ നേരിട്ട് കണ്ടു. ചെന്തുരുണിയിലാണ് ഏറ്റവും കൂടുതൽ ആനയെ കണ്ടത്. 11 ബ്ലോക്കുള്ള ഇവിടെ നേരിട്ടുള്ള കണക്കെടുപ്പിൽ 12 എണ്ണത്തെ കാണാനായി. ഇവിടെ എല്ലാ ബ്ലോക്കിലും ആനയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പുനലൂർ ഡിവിഷനിലെ അമ്പനാർ ബ്ലോക്കിൽ 6 എണ്ണത്തെയും തെന്മല ഡിവിഷനിൽ ആര്യങ്കാവ് ബ്ലോക്കിൽ 4 എണ്ണത്തെയും കണ്ടെത്തി. അച്ചൻകോവിൽ ഡിവിഷനിൽ ഏറെയും ഉൾവനമായതിനാൽ സെൻസസിന് പോയവർ മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. തിരുവനന്തപുരം ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെട്ട കുളത്തുപുഴ ഉൾവനത്തിൽ 2 ബ്ലോക്കിൽ തടാകത്തിലൂടെയാണ് സെൻസസിനായി സംഘം പുറപ്പെട്ടത്. അവരും ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ആനകളുടെ സഞ്ചാരപഥത്തിലൂടെ യാത്ര ചെയ്ത് ഓരോ 100 മീറ്ററിലും പോയിന്റ് ചെയ്ത് ഇതുവഴി ആനകൾ കടന്നുപോകുമ്പോൾ ലഭിക്കുന്ന ആനപ്പിണ്ടത്തെ അടിസ്ഥാനമാക്കിയും ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന നീർച്ചാലുകൾ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുമായിരുന്നു കണക്കെടുപ്പ്. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരേ സമയമാണ്. അപ്പോൾ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഒരേ സമയമാണ് സെൻസസ് ഇറങ്ങുന്നത്. കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടുന്ന കണക്ക് കൃത്യമായിരിക്കും. കൃത്യമായൊരു കണക്കെടുപ്പ് ഇതിലൂടെ സാധിക്കും. 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചേർന്ന് വ്യാഴാഴ്ച തുടങ്ങിയ സർവേയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ പുനലൂർ, തെന്മല, അച്ചൻകോവിൽ, ചെന്തുരുണി എന്നീ ഡിവിഷൻ പരിധിയിൽ ആനകളുടെ സെൻസസ് എടുത്തു കഴിഞ്ഞു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് സർവേ. വന്യമൃഗങ്ങളുടെ കണക്കെടുപ്പ് കൃത്യമായി വനം വകുപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആനയുടെ കണക്കെടുപ്പാണ് പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ നമ്മുടെ നാട്ടിലായാലും ശരി, തെക്കേ ഇന്ത്യയിൽ ആകമാനം ശരി തന്നെ ടോട്ടൽ എത്ര ആന കാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് കൂടിയാണിത്. ഇപ്പോൾ പഴയതുപോലെ ആനവേട്ടയൊന്നും അത്ര കാര്യമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ വനം വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ആനയുടെ എണ്ണം പെരുകിയിട്ടുണ്ടെന്നാണ് ഈ മുൻകാല കണക്കെടുപ്പുകളും ഇപ്പോൾ തുടരുന്ന കണക്കുകളിലൊക്കെ നമുക്ക് ബോധ്യമാവുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.